കോട്ടയം ജില്ലയിലെ തണ്ണീർമുക്കം ബണ്ട് ഇപ്പോൾ മനോഹരമായ ഒരു ടൂറിസ്റ്റ് സങ്കേതമായി വികസിപ്പിച്ചിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് 23 കിലോമീറ്റർ ദൂരമുണ്ട് തണ്ണീർമുക്കം ബണ്ടിലേക്ക്. കുമരകം വഴിയാണ് വരിക. കുമരകത്ത് നിന്ന് ഇവിടത്തേക്ക് 9 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് വരികയാണെങ്കിൽ 25 കിലോമീറ്റർ ദൂരമുണ്ട്. അംബിക മാർക്കറ്റ് ബോട്ട് ജെട്ടി എന്നാണ് ഈ മനോഹരമായ ടൂറിസ്റ്റ് ലൊക്കേഷൻ അറിയപ്പെടുന്നത്. 50 വർഷം മുമ്പ് കുട്ടനാട്ടിൽ സമുദ്രത്തിൽ നിന്ന് ഇരച്ചു കയറുന്ന ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കുവാനായി കൃഷിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മഡ് റെഗുലേറ്ററാണ് തണ്ണീർമുക്കം ബണ്ട്. പിന്നീട് വെച്ചൂർ പഞ്ചായത്ത് ഇവിടെയുള്ള മൺചിറകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി വികസിപ്പിക്കുവാൻ മുന്നോട്ട് വന്നു. ബണ്ടും കായലും ചേരുമ്പോഴുള്ള വശ്യത ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിച്ചു. 1.5 കിലോമീറ്റർ നീളമുണ്ട് തണ്ണീർമുക്കം ബണ്ടിന്. അതിന് മുകളിൽ കൂടിയാണ് ടൂറിസ്റ്റുകൾക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയെയും കോട്ടയം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കം പാലം കായലിൻ്റെ മധ്യത്തിലൂടെയുള്ള റോഡായതുകൊണ്ട് വമ്പിച്ച ഭംഗിയുള്ള ഒരു നിർമ്മിതിയാണ്. വൈകുന്നേരങ്ങളിൽ ധാരാളം ഫാമിലീസ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുള്ളതുകൊണ്ട് സ്വാഭാവികമായ ഒരു വിനോദ കേന്ദ്രമായി മാറുവാൻ എളുപ്പത്തിൽ സാധിച്ചു. തണ്ണീർമുക്കം ബണ്ടിൻ്റെ മുകളിലുള്ള റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ മൺചിറകളും അവിടെയുള്ള ഭക്ഷണശാലകളും ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എങ്കിലും കൂടുതൽ ആളുകൾ കാറുകളിൽ എത്തുന്നത് കൊണ്ട് ഇവിടെ അല്പം പാർക്കിംഗ് പ്രശ്നങ്ങളുണ്ട്. ഇടുങ്ങിയ സ്ഥലങ്ങളിൽ വലിയ കാറും കൊണ്ട് വരുന്ന ശല്യക്കാർ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൻറ്റി സോഷ്യൽസായി മാറിയിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ കാറുകൾ ദൂരെ എവിടെയെങ്കിലും മാറ്റിയിട്ട് നടന്നു വരുവാൻ സാംസ്കാരിക ബോധമുള്ളവർ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും കാറുകൾ പ്രദർശിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കുവാനുമാണ് ഭൂരിഭാഗം ആളുകളുടെയും ആഗ്രഹം. ഈ മൺചിറയിൽ എത്തിക്കഴിയുമ്പോൾ വിശാലമായ ഒരു സ്ഥലമാണിതെന്നും ധാരാളം കടകൾ ഇവിടെയുണ്ടെന്നും അറിയുവാൻ പറ്റും. കോട്ടയം സ്വദേശിയായ ബിന്ദു ഷാജി ഇവിടെ ഒരു നാടൻ ഭക്ഷണശാല ഉണ്ടാക്കിയിട്ടുണ്ട്. ബിന്ദുവിൻ്റെ കൂടെ പ്രസിദ്ധയും ഭക്ഷണമുണ്ടാക്കുന്ന തിരക്കിലാണ്. പഴംപൊരി ബീഫ് കോമ്പിനേഷനാണ് ഇവിടുത്തെ പ്രധാന വിഭവം. അതുപോലെ കപ്പയും മീൻകറിയും പോലെയുള്ള നാടൻ വിഭവങ്ങളും ലഭ്യമാണ്. കട്ടൻ ചായയും മുട്ട ബജിയും പോലെയുള്ള പലഹാരങ്ങളും ഇവിടെ ലഭിക്കുവാനുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു കരിക്ക് കടയുമുണ്ട്. കോട്ടയം സ്വദേശി നടരാജനും മകൾ ദിവ്യയുമാണ് ഇത് നടത്തുന്നത്. 4 ഭാഗത്തുമായി കൂടുതൽ സ്റ്റാളുകൾ കാണാനുണ്ട്. മുളക് ബജിയും കോളിഫ്ലവറും പൊരിക്കുന്ന കടകൾ കാണുവാൻ പറ്റി. അതുപോലെ ബിരിയാണിയും കൊഞ്ചും നൽകുന്ന കടകളും ഇവിടെയുണ്ട്. നീല ബോർഡുള്ള ഒരു കടയിൽ പുട്ടും ഓംലെറ്റും ചെമ്മീൻ റോസ്റ്റും കക്കയിറച്ചിയും ഓഫർ ചെയ്യുന്നതായി എഴുതി വച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതുപോലെ സ്പീഡ് ബോട്ട് യാത്രക്കുള്ള സൗകര്യവും ഇവിടെയുണ്ട്. 600 രൂപ നിരക്കിലാണ് സ്പീഡ് ബോട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നത്. ധാരാളം ആളുകൾ ഈ സാഹസിക യാത്രയ്ക്ക് തയ്യാറായി മുന്നോട്ട് വരുന്നു. മറ്റുള്ളവർ കുമരകത്ത് നിന്ന് വരുന്ന ഹൗസ് ബോട്ടുകൾ കായലിലൂടെ തെന്നി നീങ്ങുന്നത് നോക്കി നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. മനോഹരമായ ഒരു സൂര്യാസ്തമയം ആസ്വദിക്കുവാൻ പറ്റിയ സ്ഥലമാണ് തണ്ണീർമുക്കം ബണ്ടും അംബിക മാർക്കറ്റിലെ ഈ മൺചിറകളും.